अंजुम ये जो പോലീസ് സ്റ്റേഷൻ കോർഡിനേറ്റർക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് പ്രോഗ്രാമിൽ വിളിച്ചിട്ട് എങ്ങനെ റെഡി ആയിട്ട് 6 മണിക്കാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരാള് ഫോൺ എടുക്കുന്നില്ല. അവിടെ വന്ന് കഴിഞ്ഞിട്ട് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോലീസ് നമുക്ക് ചോദിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിലേക്ക് അഗ്രിമെൻ്റ് ഉണ്ടോ, ഇതാണ് അതാണ്. ഒരു പ്രോഗ്രാമിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അഗ്രിമെൻറ്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണോ? ഒരു നോർമലി ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറയൂ. ഇങ്ങനെയാണ് പോലീസുകാർ നമുക്ക് സഹായിക്കണോ നല്ലതാ. ഈ പോലീസുകാർ നമുക്ക് എന്താ ഉടായ്പ കാണിച്ചിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ? പറയൂ ഒരു കാര്യം. അറ്റ്ലീസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു പെണ്ണ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കംപ്ലയിൻറ്റ് അവിടെ എടുക്കാൻ പറ്റൂലേ? ഹലോ സുഹൃത്തുക്കളെ, ഇപ്പൊ വീഡിയോ കണ്ടില്ലേ? ജാൻമണിദാസ് ആണ്, മറന്നിട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ജാൻമണിദാസിനെയും അതേപോലെ തന്നെ അഭിഷേകിനെയും കാലിക്കട്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടി ഗസ്റ്റുകളായിട്ട് ക്ഷണിക്കുന്നു. അതിൽ ജാൻമണിദാസിനെയാണ് ആ ഷോ സ്റ്റാർട്ടറായിട്ടൊക്കെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ പറയുന്ന ജാൻമണിദാസും ഈ അഭിഷേകൊക്കെ കൊച്ചിയിൽ നിന്നും ഈ പറയുന്ന കാലിക്കട്ട് ചെന്നിട്ട് അവസാനം അവിടെ ചെന്ന് എത്രയോ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പോലും ഒരു തരത്തിലുള്ള റെസ്പോൺസും ആ പ്രോഗ്രാം നടത്തുന്നവരിൽ നിന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടാകുക മാത്രമല്ല, ഇവർക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചത്. ഈ പ്രോഗ്രാമിന് ചെല്ലതിന്റെ ഈ ചാർജുകളാവട്ടെ എല്ലാം തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നു. എന്നാൽ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചവർ ഒരു തരത്തിലുമുള്ള റെസ്പോൺസും ഇവരോട് കാണിക്കുന്നുണ്ടായില്ല. പകരം അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് പോലും മോശമായ അനുഭവമാണ് ഈ പറയുന്ന ജാൻമണിദാസിനായാലും ഈ അഭിഷേകിനായാലും ഉണ്ടായത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഈ പറയുന്ന അഭിഷേകിന്റെ ചാനലിൽ കൂടി ജാൻമണിദാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആ വിഷയത്തെ കുറിച്ചൊന്ന് കാണാം. അതിനുശേഷം നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, ഇത്തരം സെലിബ്രിറ്റികളായാലും പ്രമുഖന്മാരായ ഇവർക്ക് പോലും ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും ഒരു തരത്തിലുള്ള നീതി ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ നമ്മൾക്ക് എത്രത്തോളം ഈ നീതി ലഭിക്കുമെന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിനാണ് നമുക്ക് ജാൻമണിദാസ് ഈ പറയുന്ന വിഷയത്തെ കുറിച്ച്, എന്താണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ദുരനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടോക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു സീരിയസ് മാറ്ററാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. ഞാൻ കുറച്ച് മുന്നേ ലൈവിൽ വന്നിട്ടുണ്ട്. നിങ്ങളെ കണ്ട് ഞാനും അഭിഷേക്കും നമ്മളൊരു ഫംഗ്ഷനിൽ വന്ന് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായി. പക്ഷേ ഫോൺ വിളിച്ച് ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് 6 മണിക്കൂറായി ഈവനിങ്. സോ നമ്മൾ ഫംഗ്ഷൻ്റെ സ്ഥലത്തിലേ പോയി. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും അസിസ്റ്റൻറ്റും അവിടെ പോയിട്ട് 2 പേരൊക്കെ വിളിച്ചിട്ടുണ്ടായി. പക്ഷേ ഇവന്റ് ഓർഗനൈസർ ആണ് വന്ന് കഴിഞ്ഞിട്ട് ആള് ഭയങ്കര മോശമായിട്ട് എൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടായി. നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടില്ല, നമ്മൾ ട്രാവലിംഗിന്റെ പേയ്മെന്റ് ചെയ്തിട്ടില്ല. പിന്നെ അഭിഷേക് ഞാനും വന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടോ, നമ്മളത് സംസാരിച്ചിട്ടാണ് അഭിഷേകിന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടോ, അഭിഷേകിന്റെ ഫോട്ടോ വീഡിയോ വൈറ്റ് എല്ലാം എഡിറ്റ് നമ്മൾ തന്നിട്ടുണ്ടോ, എല്ലാം തന്ന് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വന്ന ടൈമിൽ ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ ഇന്നെ നമ്മൾ കുറെ ശ്രമിച്ചിട്ട് ഫോൺ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എന്നോട് റെസ്പോണ്ട് കിട്ടില്ലാത്ത ഞാൻ അപ്പത്തന്നെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടോ. കംപ്ലയിന്റ് ചെയ്യാൻ വേണ്ടി പോയി. പോലീസ് കംപ്ലയിന്റ് ചെയ്തിട്ടില്ല. ഒരു ആള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്തിട്ട് ആളെ വിളിച്ച് കഴിഞ്ഞിട്ട് ആൾക്ക് ഇവന്റ് ഓർഗനൈസർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ കൂടെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ. എനിക്ക് ഒരു കംപ്ലയിന്റ് ഞാനൊരു മലയാളി അല്ല, ഞാനൊരു കേരളൈറ്റ് അല്ല പറഞ്ഞിട്ട് ആള് എന്റെ കൂടെ മോശമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ പോലീസുകാരനെ ഒന്നും പറഞ്ഞിട്ടില്ല. പോലീസുകാരന് അവന്റെ ഫേവറിസമിലാണ് സംസാരിച്ചിട്ട്, അവന്റെ ഫേവറിറ്റിസം കാണിച്ചിട്ട് അവന്റെ കൂടെ സംസാരിച്ചിട്ട് എനിക്ക് ഇന്നെ ഒന്നും പറയാൻ ഒന്നും ആവശ്യമില്ല. എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ പറയാം. അഭിഷേക് തുമ്മി പോലോ കുസ് മലയാളം. സോ നമ്മളവിടെ കുറെ നേരമായി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്തിട്ട് ഒരു 5-6 hours നമ്മൾ വെയിറ്റ് ചെയ്തു അല്ലെ. അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് കംപ്ലീറ്റ്ലി കുറെ ഒരു 10-20 വട്ടം വിളിച്ചിട്ട് അവർ എടുത്തിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവന്റ് ഓൾറെഡി തുടങ്ങി. ജാനുവിനോട് പറഞ്ഞു വെച്ചിരുന്ന ആ സ്ലോട്ടിലുള്ള ഷോ സ്റ്റാർട്ടർ ജാനു ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്ക് ഇവന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ പേയ്മെന്റ് ആദ്യം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും അവര് തയ്യാറല്ല. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പം പോലീസ് ആയാലും അവരുടെ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കണ പോലെ തോന്നി. പിന്നെ അവര് പറഞ്ഞു ജാനുവിന്റെ അടുത്ത് ഇത് കേരളമാണ്, അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായില്ല ജാനു, ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെ നടക്കില്ല, അങ്ങനെ ഒരു മലയാളി അല്ലാത്ത ഒരു ഡിസ്ക്രിമിനേഷൻ പോലുള്ള ഒരു ടോക്ക് ഉണ്ടായി. അപ്പം ബാക്കി എന്താ ചെയ്യേണ്ടത് നോക്കാം അല്ലേ. അത് പബ്ലിക് ഇപ്പോൾ നിങ്ങളെ പറയൂ. കാലിക്കറ്റിലെ ഉണ്ടോ ആൾക്കാർ നിങ്ങളെ പറയൂ. നമ്മളെ മലയാളി അല്ലാത്ത ഒരു ആൾക്കാർ, ഞാൻ മലയാളി അല്ല, ഓക്കെ ഫൈൻ. പക്ഷെ അഭിഷേക് ഒരു മലയാളി പയ്യനാണ്. അവനെ ഇവിടെ വന്നിട്ട് സംസാരിച്ചിട്ട് എന്താ പറയുക, ഒരു ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ബഹുമാനം,
ഒരു ബേസിക് മാനേഴ്സ് അതാ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒരു ഇവന്റ് ചെയ്തിട്ട് മൊത്തം ആൾക്കാർക്ക് പറ്റിച്ചിട്ട് ഈ ആൾക്കാരുടെ കയ്യിലേക്ക് പൈസ വാങ്ങിച്ചിട്ട് ഇവന്റ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ പോലെ ആൾക്കാർക്ക് വിളിച്ചിട്ട് ഇവിടെ മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ഒരു റെസ്പോൺസ് ഇല്ലാത്ത പോലെ ആൾക്കാർക്ക് നമ്മൾ എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾ പറയും. കാരണം പോലീസിനെ പോലെ നമുക്ക് സഹായിച്ചിട്ടില്ല. അത് ഇത്ര അവേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഇപ്പം സെക്കൻഡ് ഡേ ആയി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണു. അപ്പൊ അതിന്റെ ഒരു പ്രൊഫഷണലിസം ഇല്ലാത്ത ഒരു ഇത് ഇന്നലെ തൊട്ടുണ്ടായിരുന്നു. നമുക്ക് കോർഡിനേറ്റർ ഓഫ് ഹിസ് ഫോൺ ആ കോർഡിനേറ്റർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ വേണ്ടി ആളെ സമ്മതിച്ചിട്ടില്ല. ഞാൻ എന്നെ വിളിച്ചിട്ടില്ല, എന്നെ കൂടെ എങ്ങനെ സംസാരിച്ചിട്ടില്ല. എനിക്ക് ട്രാവലിംഗിന്റെ മാത്രം 25,000 ഉള്ളൂ. ബാക്കി അഭിഷേകിന്റെ പേയ്മെന്റ് ഇല്ല, എന്റെ പേയ്മെന്റ് ഇല്ല. നമ്മള് ഫ്രീ ആയിട്ട് പറഞ്ഞ അവനെ എന്റെ അച്ഛന്റെ മക്കളാണ്. So he's my brother, so I have to do that freely. This kind of chutia people, I don't know how to say in Malayalam. इनकी हिंदी ले पढ़ा के इतना chutia लोग मैं जिंदगी में नहीं देखा है. So this is our like after many long time we are doing like one nice event. We thought like okay we will go together because normally namle together we namle pochilla. This is our first time event me and Abhishek and this is the things are happening. സോ അത് നമ്മൾ എന്താ ചെയ്യാൻ പറയൂ. ഈ വീഡിയോ നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റും പ്ലീസ് ഷെയർ ആക്കൂ. അതാ കാരണം ഓരോ ഇവന്റിലെ ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഡിസ്റെസ്പെക്ട്ഫുൾ ആക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ബാഡ് ബിക്കോസ് ദേ ഹാവ് ടു പേ us at least our traveling charges and what called the food bill and all. So hotel also they didn't pay till now. So it is very bad. So we don't know what to do right now. സോ നിങ്ങൾ എത്ര ഈ വീഡിയോ ഷെയർ ആക്കാൻ പറ്റും ഷെയർ ആക്കൂ. അഭിഷേക് ഞാൻ നമ്മളെ ഇപ്പോൾ സ്ഥാക്കാണ് കെലിക്കറ്റില് പോലീസ് പോലെ നമ്മളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആക്കിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണിനെ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്ത് ആളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ബാക്കി പറയലും നിങ്ങളെ വിളിച്ചിട്ടാണ് ഈ ആൾക്കാർ ഇവിടെ ഗസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ അതേപോലെ പറഞ്ഞിട്ടില്ല. ആളെ എനിക്ക് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലേക്ക് എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടോ? നമ്മുടെ ഒരു ചെറിയ ഇവന്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അഗ്രിമെന്റ് വെച്ചിട്ട് നമ്മൾ പോകണുണ്ടോ പറയൂ ഒരു കാര്യം. അതാണ് മെനേഴ്സ്. I don't know that. I'm really upset. I don't know this kind of third class people what they are doing these things. So ഞാൻ ഒരു തേർഡ് ക്ലാസ് പറഞ്ഞില്ല എല്ലാവർക്കും വിചാരിക്കുന്ന ജന്മനി അങ്ങനെ പറയാം. പക്ഷെ ഇങ്ങനെ പോലെ ആൾക്കാർക്ക് ഞാൻ തേർഡ് ക്ലാസ്സേ പറയത്തുള്ളൂ. കാരണം ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ചെയ്യില്ല. എത്ര ദൂരത്തിലെ കെലിക്കറ്റ് കൊച്ചി ടു കെലിക്കറ്റ് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എത്ര കിലോമീറ്റർ ഉണ്ടോ എത്ര മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് രണ്ട് ആളെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഈ ആളുടെ ഫോൺ പിക്കപ്പ് ചെയ്തിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്ന ഒരു ആൾക്ക് നിങ്ങൾ ഫംഗ്ഷനിൽ പോവണ്ട, നിങ്ങൾ പോയില്ല, നമ്മളെ ഫംഗ്ഷൻ നിങ്ങൾ ഇല്ലത്തെ നമ്മൾ ചെയ്യാൻ പറ്റും അതൊക്കെ പറയാൻ വേണ്ടി ഉണ്ടെങ്കിൽ yes or not Abhishek what I am saying that is a one basic manners. ഈ manners ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ തേർഡ് ക്ലാസ് പറയുന്നില്ല ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം. പബ്ലിക് പറയാൻ ജർമ്മനി ഡിസ്ക്രിമിനേഷൻ ചെയ്ത ക്ലാസ് കാണിച്ചിട്ടുണ്ടോ? പിന്നെ ഈ ആൾക്കാർക്ക് ഞാൻ എന്താ ക്ലാസ് പറയാം അതാ നിങ്ങളാണ് എനിക്ക് പറയുന്നത്. Okay, so please share this. I don't know that. Anyways, thank you so much. ഈ വിഷയത്തിൽ ജാൻമണിദാസിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി. കാരണം ഇവരൊരു പ്രോഗ്രാമിന് ക്ഷണിക്കുന്നു, ആ പ്രോഗ്രാമിന് ഒരു ചാർജ് ഇവര് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഞങ്ങൾ വരുന്നതിന് ഗസ്റ്റായിട്ട് വരുന്നത് ഞങ്ങൾക്ക് ഇത്രയും എമൗണ്ട് തരണമെന്നും അതേപോലെ തന്നെ ട്രാവൽ ചാർജ് മുതൽ 2 ദിവസം അവിടെ ഇവരുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ചെന്നത് കൊച്ചിയിൽ നിന്നും കാലിക്കട്ട് വന്ന് അവർ താമസിക്കുന്നു, 1 ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ ഈ പറയുന്ന പ്രോഗ്രാം ആരാണോ കണ്ടന്റ് ചെയ്യുന്നത് അവരുടെ ഇതാണ്. എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ ഒടുക്കം വളരെ മോശമായ അനുഭവവും മോശമായ അവസ്ഥയും ദുരനുഭവങ്ങൾ എന്ന് തന്നെ പറയാം അതൊക്കെ നേരിടേണ്ടി വന്നു. അവസാനം അവരിൽ നിന്നും ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ലാതെ ആയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് പോലീസുകാരാണെങ്കിലോ നീ മലയാളി അല്ല എന്നോ അല്ലെങ്കിൽ മറ്റു നാട്ടിൽ നിന്ന് വന്നതാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇവർക്ക് സത്യം പറഞ്ഞാൽ നമ്മ എന്താണ് പറയാറ്, ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നും അതേപോലെ തന്നെ അതിഥി ദേവോഭവ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് മറ്റൊരു ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാവട്ടെ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന വ്യക്തിയാവട്ടെ അവർക്ക് നീതിയോ ന്യായമോ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുമ്പോൾ നമ്മ അത് നിഷേധിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ മലയാളികളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏത് തരം. അപ്പൊ അവരെന്താണ് തേർഡ് ക്ലാസ് പാർട്ടികൾ എന്ന് പറയുന്നതിന് ഒരു തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മ ഒരു നാട്ടിൽ പോയാൽ പോലും നമ്മ മലയാളികളാണ്. നമ്മ ഒരു നാട്ടിൽ പോയാൽ പോലും നമ്മ എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഒരു നാട്ടിൽ ചെല്ലുന്നത്? നമുക്ക് എന്തെങ്കിലും അവസ്ഥ ഉണ്ടായിക്കണം, വല്ല ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥകൾ ഉണ്ടാകും, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, കോടതി ഉണ്ട് എന്നൊരു വിശ്വാസത്തിലാണ്. ആ ഒരു വിശ്വാസം നമ്മുടെ നാട്ടിൽ വരുന്ന മറ്റുള്ളവർക്ക് ഇല്ലാതെ ആക്കുന്ന ഇതുപോലെയുള്ള വ്യക്തികൾ
സത്യം പറഞ്ഞാൽ ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥയിൽ ഇരിക്കാൻ അല്ലെങ്കിൽ പോലീസായിട്ടൊക്കെ ഇരിക്കാൻ അവകാശമുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നിയ കാര്യം മാത്രം പറഞ്ഞിരുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ പറയുന്ന ജാൻമണിദാസിന്റെയും അതേപോലെ അഭിഷേകിന്റെ ഭാഗത്തൊക്കെ ശരിയാണ് എന്ന് തോന്നി. അതേപോലെ തന്നെ ഇത് ഇവർ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ, അല്ലെങ്കിൽ ഇവർ വെറുതെ കെട്ടിച്ചമച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വീഡിയോന്റെ അടിയിലെ കമന്റുകൾ, ഞാൻ ചെയ്ത വീഡിയോന്റെ കമന്റ് അല്ല, ഈ പറയുന്ന ജാൻമണി അഭിഷേകം വന്നിരിക്കുന്ന ആ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്കുണ്ടായ ഇതേപോലത്തെ ഉള്ള അനുഭവങ്ങൾ മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ജാൻമണിദാസ് ഈ പറയുന്ന ഷോ സ്റ്റാർട്ടറായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഈ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നേരെ നല്ല രീതിയിലുള്ള നടപടികൾ എടുക്കാൻ നട്ടലുള്ള നീതിന്യായ വ്യവസ്ഥ വേണം നമ്മുടെ നാട്ടിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബൈ.